ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കുറച്ച് ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഒരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യം തന്നെ കോമ്പൗണ്ട് വാള് വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ വാള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് ക്ലാഡിംഗ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ലൈറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു CNC വർക്കും ഇടയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു CNC വർക്ക് തന്നെയാണ് ഈ ഒരു ഗേറ്റിലും വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വാളിൻ്റെത് എടുത്ത് കാണിക്കാത്തത് കേട്ടോ. ഇവിടെ ഒരു ഭാഗം സ്ലൈഡിങ് ഗേറ്റും ഒരു ഭാഗം നോർമലായിട്ടും ചെയ്തിട്ടുണ്ട്. മുറ്റത്ത് താന്തൂർ സ്റ്റോണാണ് വിരിച്ചിട്ടുള്ളത്. 12 സെൻറ്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. സമീർ അസീബ ദമ്പതിമാരുടെ വീടാണിത്. ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മുറ്റം കൊടുത്തിട്ടുണ്ട്. മുറ്റത്ത് സൈഡിലായിട്ട് പ്ലാന്റ്സ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൈകളുടെ ചുവട്ടിലായിട്ട് നാച്ചുറൽ ഗ്രാസ് ആണ് നൽകിയിട്ടുള്ളത്. അതും മുറ്റത്തിന് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. വീട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഗ്ലാസ് വർക്ക്, GI വർക്ക് എന്നിവയാണ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ ഈ ഒരു സൈഡിൽ വന്നിട്ടുള്ള വിൻഡോ നല്ല ഭംഗിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന് സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിട്ടുള്ളത്. വിൻഡോ ഒന്ന് പുറത്തേക്ക് തള്ളിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. 2 സൈഡിലും സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് സിറ്റ് ഔട്ടിൻ്റെ വർക്കാണ് കേട്ടോ. സിറ്റ് ഔട്ടിൽ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് കാണാം. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് പ്ലാന്റ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പെബിൾ സ്റ്റോണുകളാണ് നൽകിയിട്ടുള്ളത്. ഇനി സിറ്റ് ഔട്ട് കൂടാതെ ഇവിടെ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് കൂടി വരുന്നുണ്ട്. അതിനോട് ചേർന്നാണ് പോർച്ച് വന്നിട്ടുള്ളത്. പോർച്ച് കൂടാതെ ഗ്ലാസ് ഷീറ്റ് നൽകിയിട്ട് പുറത്തേക്ക് ഒരു ചെറിയ പോർച്ച് കൂടി നൽകിയിട്ടുണ്ട്. ബൈക്ക് അതുപോലെ സൈക്കിളൊക്കെ നിർത്താനായിട്ട് അത് യൂസ്ഫുൾ ആണ്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു പോർച്ചാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പോർച്ചിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ട് ചെരുപ്പൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്. ഇനി ഓപ്പൺ സിറ്റ് ഔട്ടിലേക്ക് വരാം. നല്ല ഭംഗിയിലാണ് ഈ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴെ മാറ്റാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഏരിയ നൽകിയിട്ടുണ്ട്. അതിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് പർഗോള നൽകി അതിൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ടഫൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ നിന്നാണ് സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത്. 2 സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു വുഡൻ ഗ്ലാസ് ഡോറ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നായശല്യം അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. കൂടാതെ നല്ല ഭംഗിയും നൽകുന്നുണ്ട്. ഇവിടെ ഫ്ലോറിൽ വൈറ്റ് ഇറ്റാലിയൻ മാർബിളാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. ഈ ഒരു സൈഡിൽ സിറ്റിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. താഴെ ഷൂറാക്കാണ് വരുന്നത്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ടീക്ക് വുഡിലാണ്. ഇവിടെ മൊത്തം ടീക്ക് വുഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് ആണ്. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് മെയിൻ ഡോർ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2 വുഡൻ ചെയറുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. 2 സൈഡിലും ഇതിനോട് ചേർന്ന് തന്നെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതും ടീക്ക് വുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ കൂടാതെ ഈ ഒരു ഹാൻഡിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് വലിയൊരു ഫോയറിലേക്കാണ്. ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ബാക്കി എല്ലാ ഭാഗത്തേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഫോയറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഡൈനിങ്, ലിവിങ് എന്നിവ വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിലേക്കായിട്ട് വുഡൻ സെറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഒന്നുകൂടി ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ വാളിൽ ഇങ്ങനെയൊരു ഡിസൈൻ കൂടി നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ കാണാം.
ലിവിങ്ങിലേക്ക് കടക്കുന്ന ഭാഗത്ത് പാനലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് 10x12 ആണ് കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. ബ്രൗൺ ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് സോഫ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വുഡൻ ടീ ടേബിളും നൽകിയിട്ടുണ്ട്. താഴെ മാറ്റ് വിരിച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വാൾപേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നല്ലൊരു മൾട്ടിവുഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ CNC കട്ടിങ് ചെയ്തിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൊത്തം ഇൻറ്റീരിയർ വർക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് 8 lakh ആണ് കേട്ടോ. ഇനി നമുക്ക് ഡൈനിങ് ഏരിയ കാണാം. പിന്നെ നമ്മൾ പറയാൻ വിട്ടിട്ടുണ്ട്, ഈ ഒരു ഫോയറിൻ്റെ സൈസ് 10x22 ആണ് കേട്ടോ. ലിവിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഡൈനിങ്ങും വന്നിട്ടുള്ളത്. ഡൈനിങ്ങിൻ്റെ വാളിൽ 2 സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് വിത്ത് മൈക്കയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ഡൈനിങ്ങിനൊരു ഓപ്പൺ ഫീലും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു വർക്ക് നല്ലൊരു അട്രാക്ഷൻ നൽകുന്നുണ്ട്. ഡൈനിങ്ങിലേക്ക് കിടക്കുന്ന ഈ ഒരു പാനൽ സീലിങ്ങിൻ്റെ ഹൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡൈനിങ് ഏരിയയുടെ സൈസ് വരുന്നത് 12x13 ആണ്. ഈ കാണുന്ന വർക്ക് നമ്മൾ ലിവിങ്ങിൽ നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ. മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. 8 സീറ്റോട് കൂടിയിട്ടുള്ളൊരു വുഡൻ ഗ്ലാസ് ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ട്രിപ്പിൾ വിൻഡോ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സൈഡിലേക്ക് ഒരു ഷോക്ക് കേസ് നൽകിയിട്ടുണ്ട്. ഇതും മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഷോക്ക് പീസിൻ്റെ ഒരു ഭാഗം ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അത് കിച്ചണിലേക്കുള്ളതാണ്. ഈ ഒരു ഭാഗത്തേക്ക് ഫുഡ് സെർവ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗമാണ്. നമ്മൾ മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു സ്റ്റെയർ തന്നെയാണ്. ഈ ഒരു സ്റ്റെയറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കിച്ചൺ വരുന്നത്. സ്റ്റെയറിന് താഴെയായിട്ടാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത്. താഴെ ഷെൽഫ് നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൗണ്ടറിന് നൽകിയിട്ടുള്ളത്. ഒരു ഗ്രേ ടച്ച് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഹാൻഡ് മെയ്ഡ് വാഷ് ബേസിനാണ്. നല്ല ഭംഗിയിൽ മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സ്റ്റെയറിന് താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റെയറിൻ്റെ റൈറ്റ് സൈഡ് ഒന്ന് കാണാം. ഇവിടെയാണ് 2 ബെഡ്റൂം വരുന്നത്. സ്റ്റെയറിൻ്റെ താഴെ തന്നെ വാഷ് ബേസിൻ വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു വാഷ് ഏരിയ കൂടി വരുന്നുണ്ട്. ഇവിടെ ബാത്റൂമിന് വരുന്നത് FRP ഡോറുകളാണ് കേട്ടോ. ഇത് ബാത്റൂം അല്ല, വുളൂഹൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വാഷ് ഏരിയ മാത്രമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ ഒരു ബെഡ്റൂമിൻ്റെ ഭാഗത്ത് തന്നെയാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതും മൾട്ടിവുഡ് വിത്ത് മൈക്കയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ റൂമിന് ഡോറ് നൽകിയിട്ടുള്ളതും ടീക്ക് വുഡിൽ തന്നെയാണ് കേട്ടോ. ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 12x12 ആണ് കേട്ടോ. ഇവിടെ എല്ലാ ബെഡ്റൂമും ഈ ഒരു സൈസിലാണ് വന്നിട്ടുള്ളത്. വാളിൽ വാൾപേപ്പറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ എല്ലാ വിൻഡോസിനും പാനൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ മറ്റ് റൂമിലൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു കളർ തന്നെയാണ് പാനലിനും നൽകിയിട്ടുള്ളത്.
റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോട്ടിൻ്റെ ഡിസൈൻ തന്നെയാണ് വാർഡ്രോബിനും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് ഓപ്പൺ ആയിട്ട് ഷെൽഫ് നൽകിയിട്ടുണ്ട്. കോട്ടിൻ്റെ ഹെഡ് ഭാഗത്തായിട്ട് തന്നെയാണ് ഇവിടെ ബാത്റൂം വന്നിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ബാത്റൂമാണ്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു കോർണറിലേക്കായിട്ടാണ് ഡോർസ് വന്നിട്ടുള്ളത്. ഒരെണ്ണം ബെഡ്റൂമിലേക്കും ഒരെണ്ണം പ്രെയർ റൂമിലേക്കുമാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു പ്രെയർ റൂം ചെയ്തിട്ടുള്ളത്. 8x8 ഇതിൻ്റെ സൈസ് വരുന്നത്. സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ബെഡ്റൂം കാണാം. വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 12x12 തന്നെയാണ് ഈ ഒരു റൂമിൻ്റെ സൈസ് വരുന്നത്. അത് കൂടാതെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി വരുന്നുണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു വാർഡ്രോബ് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് മിറർ വരുന്നത്. ഇനി ബാത്റൂം കാണാം. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇതും. 2x4 മാറ്റ് ഫിനിഷിംഗ് ടൈലാണ് വാളിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ ഫ്ലോറിൽ 2x2 ടൈലുമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കോട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2 സൈഡിലും ഷെൽഫ് വരുന്നുണ്ട്. ഇവിടെ വാളിൽ വാൾപേപ്പർ നൽകിയിട്ടുണ്ട്. കൂടാതെ മൾട്ടിവുഡിൻ്റെ പാനലും കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിൾ സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിറർ വരുന്നില്ല കേട്ടോ. അതിന് പകരം ഡ്രസ്സിങ് ഏരിയയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയറിൻ്റെ കാര്യം പറയണ്ടല്ലോ. 2 സൈഡിലും ഗ്ലാസ് ആൻഡ് ടീക്ക് വുഡാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിലായിട്ട് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കിടക്കുന്ന ഭാഗത്ത് പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലാൻഡിങ്ങിൽ നിന്ന് സ്റ്റെയർ 2ആയിട്ട് തരംതിരിഞ്ഞ് പോവുകയാണ് കേട്ടോ. 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ഒരു സ്റ്റഡി ഏരിയയിൽ ഒരു ഹാങ്ങിങ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 വിൻഡോ വന്നിട്ടുണ്ട്. വിൻഡോൻ്റെ ഇടയിലായിട്ട് ചെറിയ തരത്തിലുള്ള ഷെൽഫുകൾ, ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്കായിട്ടാണ് സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ധാരാളം ഷെൽഫുകൾ വരുന്നുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഈ ഒരു സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ നൽകിയിട്ടുള്ളത് ഗ്രേ കളർ ഇറ്റാലിയൻ മാർബിളാണ്. ഇനി സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ഇവിടെ റൈറ്റ് സൈഡിലേക്കായിട്ട് ചെറിയൊരു ഫോയർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോയറിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്ക് ഡോർ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു സ്പേസ് ആണ്. അലക്കാനും ഉണക്കാനും ഒക്കെ യൂസ്ഫുൾ ആണ്. ഈ ഒരു സൈഡിലേക്ക് പർഗോളയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. റൈറ്റ് സൈഡിൽ തന്നെയാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഡാർക്ക് ബ്രൗൺ കളറാണ് ഈ ഒരു കോട്ട് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് കളറിലുള്ള ഷെൽഫാണ്, ഓപ്പൺ ഷെൽഫാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വാൾപേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
പിന്നെ നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു മിററാണ് കേട്ടോ. നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. റൂമിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഏരിയ അതിനായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെയാണ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ബാത്റൂമാണ്. നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു കളറ് നമുക്ക് ലൈറ്റ് കളറാകുമ്പോൾ നമ്മൾ ബാത്റൂമിന് കൂടുതൽ സ്പേസും തോന്നിക്കൂട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ഡബിൾ ഹൈറ്റ് വന്ന ഏരിയയാണ്. ഇവിടെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളതും ടഫൻ ഗ്ലാസ്സിലും ടീക്ക് വുഡിലുമാണ്. അതിന് മുകളിലായിട്ട് പർഗോള നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നേരെ കാണുന്നത് ഒരു ബാൽക്കണിയാണ്. ബാൽക്കണിയുടെ 2 സൈഡിലായിട്ടും വലിയ വിൻഡോ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ വന്നിട്ടുള്ളത് GI പൈപ്പിലും ഗ്ലാസ്സിലുമാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഭാഗം. പിന്നെ ഇവിടെ വാർപ്പിൽ ഷിംഗിൾസ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ഇവിടെയും പർഗോള മുകളിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബെഡ്റൂം കാണാം. നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് ബെഡ്റൂംസ് വന്നിട്ടുള്ളത് കേട്ടോ. ബെഡ്റൂമിലേക്കുള്ള ഈ ഒരു പാസേജ് ഏരിയയിൽ ഇവിടെ ഒരു അയൺ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമും നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു കോട്ടിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള വർക്കൊക്കെ കാണാനായിട്ട്. അതുപോലെ തന്നെ വാർഡ്രോബും ഒരു പ്രത്യേക ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ഡോറ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഓപ്പൺ ചെയ്യുന്ന തരത്തിലുള്ളതും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാർഡ്രോബിൻ്റെ ഭാഗത്ത് തന്നെയാണ് ബാത്റൂം വന്നിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ബാത്റൂം തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു അയൺ ഏരിയ. ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു ബാത്ത് ഏരിയ നൽകിയിട്ടുണ്ട് കേട്ടോ. ഇത് കുളിക്കാനായിട്ട് ഉള്ളതാണ്, അല്ലെങ്കിൽ ഡ്രൈ ഏരിയ എന്നൊക്കെ പറയാം നമുക്ക്. ഇതിന് പുറത്തേക്കായിട്ട് ഇവിടെ ഒരു സ്വിമ്മിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് കുളിക്കാനും ഉണക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം എന്ന് പറയാം. ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഡോറുണ്ടല്ലോ, ഇതാണ് സ്വിമ്മിങ് ഏരിയയിലേക്കുള്ള ഡോർ കേട്ടോ. ഇപ്പം തൽക്കാലം അവർ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, മാറ്റ് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് കിച്ചൺ അല്ലേ. സ്റ്റെയറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ക്രോക്കറി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഡൈനിങ്ങിലേക്ക് കൗണ്ടർ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് ഉള്ളൊരു ക്രോക്കറിയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഫ്രിഡ്ജും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ചുറ്റുഭാഗത്തും അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുണ്ട്. ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. മുകളിൽ LED ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്.
പിന്നെ ഇതാ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഏരിയയിൽ തന്നെ ഇതിന് അകത്തേക്കായിട്ട് ഇവിടെ ഓവണിന് വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് വിൻഡോ വരുന്നത്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു വിൻഡോ ആണ്. ഇവിടെ കൗണ്ടറിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പാണ് നൽകിയിട്ടുള്ളത്. മൾട്ടിവുഡിലാണ് ഈ ഒരു കബോർഡും ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 ഡ്രോയറുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സെൻട്രലായിട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. 4 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സ്ലാബ് വാർത്തിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്താണ് സിങ്ക് വരുന്നത്. ഡബിൾ സിങ്ക് ആണ്. ഇതിന് മുകളിലായിട്ടും ഓപ്പൺ ഷെൽഫും അതുപോലെ GTBTയും നൽകിയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തും ഡ്രോയറുകൾ വരുന്നുണ്ട്. ഇവിടെയാണ് സ്റ്റൗ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 3 ബർണർ ഗ്ലാസ് സ്റ്റൗ ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഏരിയ ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ തരത്തിലുള്ള അക്വേറിയം അതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് എന്നിവ നൽകിയിട്ടുണ്ട്. പിന്നെ പുക വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എക്സോസ് ഫാനാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ ഇവിടെ ഒരു സ്റ്റോർ റൂം കൂടി വരുന്നുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സ്റ്റോർ റൂമാണ്. ഇനി ഇവിടെ ഒരു ചെറിയ വർക്ക് ഏരിയ കൂടി വരുന്നുണ്ട്. ഇവിടെയാണ് സിങ്ക് അതുപോലെ വിറകടുപ്പ് വിറകടുപ്പ് ഈസി കുക്ക് എന്നിവ നൽകിയിട്ടുള്ളത്. ഈ ഒരു വർക്ക് ഏരിയയിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. അതായത് കൊട്ടത്താളം പോലെ കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ. മറ്റേ സിങ്കല്ല കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. പാത്രം കഴുകി ഉണക്കാനുള്ള സ്പേസ് കൂടി ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് GI പൈപ്പാണ് നൽകിയിട്ടുള്ളത്. പിന്നെ കൗണ്ടറിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. മുകളിലായിട്ട് ഷെൽഫുകൾ നൽകിയിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടും ക്ലോസ്ഡ് ആയിട്ടും നൽകിയിട്ടുണ്ട്. ഇവിടെയും താഴെ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വിറകടുപ്പ് വരുന്നത്. ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയാണ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.